സുനിൽ, ഇപ്പോൾ ഹരിയാനയിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്ന നേതാക്കളുടെ പേരുകൾ പറയാമോ? സ്മൃതി, എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റുകളിൽ അത് സംബന്ധിച്ചുള്ള അപ്ഡേഷൻസ് വരുന്നതേ ഉള്ളൂ. ഏതാണ്ട് 7 സീറ്റിന്റെ മാത്രം അപ്ഡേഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇതുവരെ നൽകിയിരിക്കുന്നത്. അല്പസമയത്തിനകം അത് ഉറപ്പിച്ചു പറയാവുന്ന 2 കാര്യങ്ങൾ. അവിടെ ഭൂപീന്ദർ സിംഗ് ഹൂഡ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ തന്നെ ദുഷ്യന്ത് ചൌട്ടാല വളരെ പിന്നിലായിരിക്കുന്നു എന്നീ കാര്യങ്ങൾ വളരെ ഉറപ്പാണ്. ഭിവാനിയിൽ CPM-ന്റെ മുന്നേറ്റമാണുള്ളത്. അതേപോലെ തന്നെ ഫോഗട്ട് ജുലാനയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് PR സുനിൽ ചണ്ഡീഗഡിലേക്ക് KC വേണുഗോപാൽ പുറപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് കാര്യാലയത്തിൽ എന്തൊക്കെ ആലോചനകൾ നടക്കുന്നു, എന്താണ് അവിടുത്തെ ഒരു മൂഡ്? താങ്കൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വലിയൊരു വിജയത്തിലേക്ക്, വമ്പിച്ച വിജയത്തിലേക്ക് ഹരിയാനയിൽ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുകയാണ് സുനിൽ. ബാലകൃഷ്ണൻ, ഏതായാലും ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ഇപ്പോൾ ഈ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹം ഈ വിജയം സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തും. ഏതായാലും ഹരിയാനയിലെ രാഷ്ട്രീയ തലസ്ഥാനം എന്നത് റോത്തക്കാണ്, ഭരണ തലസ്ഥാനം എന്നത് ചണ്ഡീഗഡാണ്. ഹൈക്കമാൻഡ് നേതാക്കളൊക്കെ ചണ്ഡീഗഡിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും തുടർ ചർച്ചകൾക്കായി ഭൂപേന്ദ്ര സിംഗ് ഹൂഡയും ഇന്ന് തന്നെ ചണ്ഡീഗഡിലേക്ക് പോകും. അങ്ങനെ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ, കാരണം കോൺഗ്രസിന് ആശങ്കകളില്ല, ആരുടെയും സഹകരണം ആവശ്യമില്ല. വലിയ ഭൂരിപക്ഷത്തിൽ 3-2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയാണ്. കോൺഗ്രസിന് സ്വയം തീരുമാനിച്ച് മുന്നോട്ട് പോകാവുന്ന ഭൂരിപക്ഷം ഏതായാലുമുണ്ട്. എന്തായാലും ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ ഒരു വിജയ പ്രതികരണം എന്തായിരിക്കും, അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കൂടസ്മിതമായി മാറുന്നു ഹരിയാനയിൽ കോൺഗ്രസിന്റെ വിജയം എന്നുള്ളതാണ്. നോക്കൂ, മോദിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നൂൽകെട്ടി ഇറക്കിയപ്പോൾ രാഹുൽ അടിത്തട്ടിൽ നിന്ന് നടന്നു കയറുന്നു എന്നൊരു പ്രതികരണം വരുന്നു. മോദിയുടെ പ്രഭാവത്തിന് 2014 ശേഷം ഏൽക്കുന്ന ഹരിയാനയിൽ ഏൽക്കുന്ന ഏറ്റവും വലിയ അടി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം.